ഇപ്പോൾ CPM നേതാവ് ശ്രീ പി ജയരാജൻ ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ പി ജയരാജൻ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഇപ്പൊ ഈ പാനൂർ സ്ഫോടനത്തിൽ മരിച്ചവർ, ഈ ബോംബ് നിർമ്മാണത്തിൽ പങ്കെടുത്തവരൊക്കെ പാർട്ടി സഖാക്കളെ ആക്രമിച്ച ക്രിമിനലുകൾ എന്നാണ് CPM നേതൃത്വം വിശദീകരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ CPM ഏരിയ കമ്മിറ്റി അംഗം, ലോക്കൽ കമ്മിറ്റി അംഗം അടക്കം പോയ സാഹചര്യം എന്താണ് പി ജയരാജൻ? അവിടെ നിങ്ങൾക്ക് CPM-നെയും LDF-നെയും താറടിച്ച് കാണിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ്. ഇവിടെ ആ സ്ഫോടനത്തിൽ പരിക്കേറ്റവർക്ക് CPM-ഉമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു മരിച്ചയാളുടെ വീട്ടിൽ അവിടുത്തെ MLA പോകുന്നു, അതിലെന്താ തെറ്റ്? ഞാൻ പറയാ, നിങ്ങളുടെ വീട്ടിൽ ഒരാള് ഒരു സമൂഹം അംഗീകരിക്കാത്ത ഒരു തെറ്റ് ചെയ്തു. ആ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടയാള് പിന്നീട് മരിച്ചു കഴിഞ്ഞാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വരുന്നത് സ്വാഭാവികമാണല്ലോ. ഇപ്പൊ ആ മേഖലയിലെ കണ്ണൂർ ജില്ലയിലെ CPM-ന്റെ പ്രവർത്തകനായിട്ടുള്ളോ എന്നെ പോലെയുള്ള ആളുകൾ ഞങ്ങളൊന്നും അവിടെ പോയില്ലല്ലോ. അപ്പോ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെന്താ അതിന് വിലക്കേർപ്പെടുത്തണോ? അവിടുത്തെ അല്ല, ശ്രീ പി ജയരാജൻ MLA പോയത് അങ്ങ് പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ വീടിനോട് അടുത്തുള്ള ഒരു സ്ഥലം, ആ നിലയിൽ അത് എങ്കിലും അത് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം ഒരു ബോംബ് നിർമ്മാണം നടത്തിയ, ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി അപകടമുണ്ടായി കൊല്ലപ്പെട്ട ഒരാളാണ്. ഇപ്പോൾ താങ്കൾക്ക് ഈ CPM ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി അംഗവും പോയതായി അറിവില്ലേ? അവിടെ CPM-ന്റെ ഏരിയ സെക്രട്ടറി ഉണ്ട്. ഏരിയ സെക്രട്ടറി കുഞ്ഞബ്ദുള്ള എന്നാ പേര്. അദ്ദേഹം അവിടെ പോയിട്ടില്ലല്ലോ. ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട് അവിടെ, ആ പ്രദേശത്തെ ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവരൊന്നും അവിടെ പോയില്ലല്ലോ. പി ജയരാജൻ പോകാത്തവരെ കുറിച്ചല്ല, ഞാൻ പോയവരെ കുറിച്ചാണ് അങ്ങയോട് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, അതിന് മറുപടി പറയൂ. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലാണ് മുളിയാത്തോട് എന്ന് പറയുന്ന ഈ സംഭവ സ്ഥലം. ആ മറുപടി പറയൂ. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലാണ് മുളിയാത്തോട് എന്ന് പറയുന്ന ഈ സംഭവ സ്ഥലം. ആ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഏരിയ കമ്മിറ്റി മെമ്പർമാരുണ്ട്. അവരുടെ പേര് ഞാൻ പറയണോ? ആ ഏരിയ കമ്മിറ്റി മെമ്പർമാരൊന്നും അങ്ങോട്ട് പോയില്ലല്ലോ. അപ്പൊ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മരിച്ചവരുടെ ബന്ധുത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയോ സുഹൃത്ത് ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയോ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ CPM അങ്ങനെ പോകുന്നതിന് വിലക്കേർപ്പെടുത്തണമെന്നാണോ നിങ്ങളുടെ വാദം? അപ്പോ ഞങ്ങൾ മനുഷ്യത്വം പോലും ഇല്ലാത്തവരാണെന്നാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുക. അപ്പോ ഞാൻ പറയുന്നത്, പി ജയരാജൻ, ഇതിൽ താങ്കൾ ഈ മനുഷ്യത്വം, അത്തരം വൈകാരികമായ പ്രശ്നങ്ങൾ വലിച്ചിടണ്ട. പ്രാദേശിക നേതാക്കൾ എന്തുകൊണ്ട് അവിടെ പോയി? അതിന് അങ്ങനെ ഒരു ചോദ്യം പാർട്ടിക്കെതിരെ ഉയരുന്നതിന് ഒരു കാരണമുണ്ട് ശ്രീ പി ജയരാജൻ. ഒറ്റ നിമിഷം. ഈ പാർട്ടി ഇത്ര ദിവസം ന്യായീകരിക്കുന്നത് സഖാക്കളെ പോലും ആക്രമിച്ച ക്രിമിനൽ കൂട്ടമാണെന്നാണ്. അതിന് പാർട്ടിക്ക് നല്ല ശേഷിയുണ്ട്. അപ്പോ ഒരു മരിച്ച വീട്ടിൽ ബന്ധുത്വത്തിന്റെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ അച്ഛന്റെയോ അമ്മയുടെയോ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പോകുന്നത് വിലക്കാൻ മാത്രം മനുഷ്യത്വരഹിതമായിട്ടുള്ള സമീപനമുള്ള ഒരു പാർട്ടിയല്ല CPIM എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഈ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരൊന്നും അവിടെ പോയില്ല എന്ന് ഇന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തല്ലോ. ശ്രീ പി ജയരാജൻ, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ, ഉത്തരവാദിത്തമില്ലാത്തവർ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഈ പാർട്ടി സഖാക്കളെ ആക്രമിച്ച ക്രിമിനൽ സംഘമാണ്, അവരുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, അവരെ എന്നേ ഞങ്ങൾ തള്ളിപ്പറഞ്ഞതാണ് എന്ന് പറയുകയും അവരുടെ വീട്ടിൽ മനുഷ്യത്വത്തിന്റെ പുറത്ത് പോയെന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ശ്രീ പി ജയരാജൻ? അത് നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ആ പാനൂർ ഏരിയയിലും ആ പഞ്ചായത്തിലും ഒട്ടേറെ പാർട്ടി നേതാക്കന്മാരുണ്ട്. അവരൊന്നും അവിടെ പോയില്ലല്ലോ. അതെന്താ നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത്? മാതൃഭൂമി പത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പ്രാദേശിക നേതാക്കന്മാരൊന്നും അവിടെ പോയില്ല എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ബന്ധുത്വത്തിന്റെ അടിസ്ഥാനത്തിലോ സുഹൃത്ത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലോ പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ മരിച്ച ആ യുവാവും അതുപോലെ പരിക്കേറ്റ് 2 കൈയും നഷ്ടപ്പെട്ട് ആസ്പത്രിയിൽ കഴിയുന്ന ആളുകളും അവർക്ക് കുടുംബ ബന്ധമുണ്ട്. ആ കുടുംബ ബന്ധത്തെ ഇവരൊക്കെ എന്ത് ചെയ്തവരാണ് ശ്രീ പി ജയരാജൻ? അതുകൂടി പറയൂ. എങ്ങനെ ഇവരൊക്കെ താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ മരിച്ചതും 2 കൈകളും നഷ്ടപ്പെട്ടതും എങ്ങനെയാണെന്നും കൂടി അങ്ങ് പറയൂ. എങ്ങനെയാണ് ബോംബ് സ്ഫോടനത്തിൽ? അതിന് ഞാൻ പറയേണ്ട ആവശ്യം അല്ല. എന്തിനാണ് അവിടെ ബോംബ് ഉണ്ടാക്കിയത്? ആർക്കു വേണ്ടിയാണ്? കേൾക്ക്. അതായത് CPM പ്രവർത്തകരെന്ന് നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന പാർട്ടി തള്ളിപ്പറഞ്ഞ ഈ സംഘം ബോംബുണ്ടാക്കി നാട്ടിൽ സമാധാന ഭംഗമുണ്ടാക്കാനാണ് ശ്രമിച്ചത്. CPM പ്രവർത്തകനായിട്ടുള്ള ഞാനത് പരസ്യമായി പറയുന്നു. അവരെ ഞങ്ങൾ തള്ളിപ്പറഞ്ഞതാണ്.
നിങ്ങൾ അപ്പോഴും പറയുന്നത് അവർ CPM പ്രവർത്തകരാണ്. ഞങ്ങളുടെ പാർട്ടി സഖാക്കളെ ആക്രമിച്ചതിന്റെ പേരിൽ പാർട്ടി തള്ളിപ്പറഞ്ഞ ആളുകളെ നിങ്ങൾക്ക് ആവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി, അത്തരം ഒരു ചിന്താഗതി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അവരെ CPM പ്രവർത്തകരാണെന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചുണ്ടാക്കണം. കള്ളം മെനഞ്ഞെടുക്കലാണ് നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളുടെ പണി എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇതൊന്നും ഞങ്ങളല്ല പറഞ്ഞത്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പറഞ്ഞത്. പരിചയത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയോ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് വിലക്കേർപ്പെടുത്തിയിട്ടില്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടി നേതാവും അവിടെ പോയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇപ്പോൾ ഈ പോയ 2 പേർ അവരെ തള്ളിപ്പറയുകയാണോ? അതല്ലേ പറഞ്ഞത്, അത് അവരോട് ചോദിക്കണം. കാരണം ആരാണ് പോയതെന്ന് എനിക്കറിയില്ല. അങ്ങനെ CPM ഏരിയ കമ്മിറ്റി അംഗം സുധീർ, ലോക്കൽ കമ്മിറ്റി അംഗം അശോകൻ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങക്ക് ഞാൻ പറഞ്ഞുതരാം. CPM ഏരിയ കമ്മിറ്റി അംഗം സുധീർ, ലോക്കൽ കമ്മിറ്റി അംഗം അശോകൻ. അതെ, അവര് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ബന്ധുത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. ഞങ്ങള് അത്തരം ആളുകൾ പോകുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടില്ല. ഒരു മരിച്ച വീടാണ്. ആ ചെറുപ്പക്കാരന്റെ കൃത്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിലും അവർക്ക് അമ്മയും അച്ഛനും ഉണ്ട്, മറ്റ് ബന്ധുക്കളുണ്ട്. ആ ബന്ധുത്വത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു മരണമടഞ്ഞ ആളുടെ വീട് സന്ദർശിക്കുന്നത് ഞങ്ങൾ വിലക്കേർപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒരൊറ്റ കാര്യം കൂടി ശ്രീ പി ജയരാജൻ, നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി ബോംബ് കെട്ടുന്നതിനിടെ കൊല്ലപ്പെട്ട ആളുകളാണെങ്കിലും മനുഷ്യത്വത്തിന്റെ പേരിൽ പോകും പാർട്ടി. ഈ ദുർവ്യാഖ്യാനം നടത്താൻ നിങ്ങൾ സമർത്ഥയാണെങ്കിലും ഞാൻ അത്രമാത്രം സമർത്ഥനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതിന് മറുപടിയില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ പി ജയരാജൻ പ്രതികരിച്ചതിന്. പാനൂർ സ്ഫോടനത്തിൽ മരിച്ച ഷെറിലിന്റെ വീട്ടിൽ CPM നേതാക്കൾ പോയതുമായി ബന്ധപ്പെട്ടാണ് പി ജയരാജൻ പ്രതികരിച്ചത്. അദ്ദേഹം മനുഷ്യരെ കൊല്ലാനാണ്, ആ കൊല്ലാൻ ബോംബ് ഉണ്ടാക്കാൻ ഇവർ ഇപ്പോഴും നേതൃത്വം കൊടുക്കുന്നു. ഈ മേഖലകളിൽ അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സ്ഥലങ്ങളിൽ പരിശോധന നടത്തണം. മരിച്ച മനുഷ്യന്റെ കൈയും കാലും ചിതറി, മുഖം ചിതറി, നെഞ്ചു ചിതറി. മനുഷ്യനെ ആലോചിച്ച് നോക്കൂ, ഈ മനുഷ്യരെ ഈ തരത്തിൽ നിയോഗിക്കുന്ന ഒരു പാർട്ടിയെ. ഇത് നമ്മുടെ നാടിന് വേണ്ട, ഇത് അവസാനിക്കണം. കണ്ണൂരിലെ വേറെ പണിയൊന്നുമില്ലാത്ത ചെറുപ്പക്കാർ ബോംബ് ഉണ്ടാക്കിയിട്ട് നാട് മുഴുവൻ വിതരണം ചെയ്യുന്ന ഒരു നാടൊന്നുമല്ല കണ്ണൂരിൽ ബോംബ് സാധാ ഈ പറയുന്ന CPM പോലെ അല്ലെങ്കിൽ സംഘപരിവാരം പോലെ തനി ഫാസിസ്റ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രയോഗത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും നിൽക്കുകയും ചെയ്യുന്ന പാർട്ടിക്കാർക്ക് മാത്രമേ ആവശ്യമുള്ളൂ. അല്ലാതെ ഒരാവശ്യവും കണ്ണൂർ ജില്ലയിൽ ജീവിക്കുന്ന ഞങ്ങളുടെ അറിവില് നാട്ടുകാർക്കൊന്നും ബോംബിനെ കൊണ്ട് ആവശ്യമില്ല. അത് മാത്രമല്ല, ഇത്രയും മാരകമായ ഈ സ്റ്റീൽ ഡപ്പ്, അതാണ് നേരത്തെ പറഞ്ഞ ഇതിന്റെ അസംസ്കൃത വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അറിയാവുന്ന എനിക്കറിയില്ല, ഈ തലശ്ശേരി മേഖലകളിലൊന്നും ഈ സ്റ്റീൽ പാത്രങ്ങൾ ഇപ്പൊ വിൽക്കാറില്ല വർഷങ്ങളായിട്ട്. എന്തുകൊണ്ടാ ചോദിച്ചാൽ ഈ സ്റ്റീൽ ഡബ്ബകൾ, മൂടിയുള്ള സ്റ്റീൽ ഡബ്ബകൾ വിൽക്കാറില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഈ സ്റ്റീൽ ഡബ്ബകൾ നേരെ ഈ പറയുന്ന ബോംബ് ഉണ്ടാക്കാനാണ് കൊണ്ടുപോകുന്നത്. അപ്പോ മിക്കവാറും കോയമ്പത്തൂരിനോ മറ്റോ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടായിരിക്കും ഈ സ്റ്റീൽ ഡബ്ബകൾ ഉപയോഗിച്ചിട്ട് ബോംബ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കിടക്കുന്ന പ്രദേശമാണ്. അപ്പോ ഇതൊക്കെ കൃത്യമായിട്ട് പാർട്ടി തീരുമാനത്തിന്റെ പുറത്ത് നടക്കുന്നതാണ്. ബോംബിനെ കൊണ്ട് ആവശ്യമുണ്ട്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാർലമെന്റ് ഇലക്ഷനെ കുറിച്ച് എല്ലാ പ്രഡിക്ഷൻസും എല്ലാ സർവേകളും മഹാഭൂരിപക്ഷ സ്ഥലങ്ങളിലും UDF ആണ് ജയിക്കുന്നത്. ഈ ബോംബ് സ്ഫോടനം കൊണ്ട് അതിലൊരു മനുഷ്യൻ മരിച്ചു, പലർക്ക് പരിക്ക് പറ്റി. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മനുഷ്യത്വത്തിന് മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. മരിച്ചവൻ നിരപരാധിയായിരിക്കും, പരിക്കേറ്റവര് നിരപരാധിയായിരിക്കും. അവരുടെ ഒരു പാർട്ടി അന്ധവിശ്വാസത്തിന്റെ ബലിയാടുകളായി തീരുകയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇത്തരം പല പ്രദേശങ്ങളെയും ആളുകളെയും അറിയുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാല് ഈ ബോംബ് സ്ഫോടനം ഉണ്ടായതുകൊണ്ട് ഒരുപക്ഷെ ഈ ആസഫ് അലിയുടെ പാർട്ടിയുടെ എത്രയോ ഓഫീസുകളും അവരുടെ പ്രവർത്തകരുടെ വീടുകളും മിക്കവാറും രക്ഷപ്പെട്ടു പോകാൻ ഇടയുണ്ട്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നടക്കുന്ന ഒരു കലാപരിപാടി UDF ജയിച്ചു കഴിഞ്ഞാല് കഴിഞ്ഞ തവണ വടകരയിൽ RMPക്കാർ മത്സരിച്ചപ്പോഴൊക്കെ നടക്കുന്നത് ഈ പറയുന്ന റിസൾട്ട് വന്നതിന്റെ അടുത്ത നിമിഷം മുതൽ ആരംഭിക്കുന്ന കലാപരിപാടി കോൺഗ്രസിന്റെ ഓഫീസുകൾ ആക്രമിക്കുക, UDFന്റെ ഓഫീസുകൾ ആക്രമിക്കുക, അവരുടെ വീടുകൾ ആക്രമിക്കുക. ഈ ആക്രമിക്കുന്ന പണിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിട്ട് CPMന്റെ കാഡറുകൾ ഉപയോഗിക്കുന്നത് ഈ സ്റ്റീൽ ബോംബുകളാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന സ്ഫോടനം കൊണ്ട് ഒരുപക്ഷെ അടുത്ത ഈ തെരഞ്ഞെടുപ്പിന് ജൂൺ 4 ഫലം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കോൺഗ്രസ്സുകാരുടെ പലരുടെയും വീടുകളും നോക്കി വെച്ചിട്ടുള്ള വീടുകളും ഈ പറയുന്ന സ്ഥാപനങ്ങളും ഒക്കെ രക്ഷപ്പെട്ടേക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് 2024 കേരളത്തിന്റെ ഭാഗമാണല്ലോ കണ്ണൂരിലും പാനൂരിലും കൈവേലിക്കലും നടക്കേണ്ടതെന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയെ അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന 24, 25, 23 ഒക്കെ വയസ്സുള്ള അത്രേ ആയിട്ടുള്ള ഇവർക്കൊക്കെ വയസ്സുള്ളവരെ
ചെറുപ്പക്കാരെ മുഴുവൻ പ്രചോദിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിലനിൽക്കാനുള്ള അർഹത ഉണ്ടാവുക? നിങ്ങളുടെ പ്രവർത്തകർ ബോംബുണ്ടാക്കുകയാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന കുറെ പ്രശ്നങ്ങൾ വരും. UAP വേണ്ടി വരും, അങ്ങനെ പലതും വേണ്ടി വരും. തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പാർട്ടി ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ചെയ്യുന്ന പടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് എല്ലാ കാലത്തും അങ്ങനെയാണ്. ഇപ്പൊ TP ചന്ദ്രശേഖരനെ കൊന്നതില് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി പോലും ഇത്രയും നിശിതമായ നിരീക്ഷണങ്ങളോടെ പുതിയ ഒരു വിധി പ്രഖ്യാപിച്ചിട്ട് പോലും ആ പാർട്ടിക്ക് യാതൊരു കുലുക്കവും ഇല്ല എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ്. കാരണം ഒരു 1-2 മാസമേ ആയിട്ടുള്ളൂ ചന്ദ്രശേഖരന്റെ കേസിൽ വിധി വന്നിട്ട്. അപ്പോ അവര് CPMന്റെ പ്രശ്നം, ഇന്ത്യയിലെ കേരളത്തിലെ CPM എന്ന് പറയുന്ന ഒരു സവിശേഷമായിട്ടുള്ള ബ്രാൻഡാണ്. ആ പാർട്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കുറെ കാലമായി ഈ പറയുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ മൗലികമായ ചേരുവകളൊക്കെ സ്വാംശീകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ മാധ്യമങ്ങൾ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും, എത്ര തവണ ബോംബ് നിർമ്മാണത്തിനിടയിൽ ബോംബ് പൊട്ടിയിട്ട് പ്രവർത്തകർ മരിച്ചു കഴിഞ്ഞാലും ഈ മരിച്ച പ്രവർത്തകരുടെ ഒക്കെ ചരമദിനം ആചരിക്കുന്നുണ്ട്. അതാണ് നേരത്തെ വക്കീല് പറഞ്ഞപ്പോ വിട്ടുപോയൊരു കാര്യമാണ്. ഈ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചു പോയിട്ടുള്ള ആളുകളെയും തീർച്ചയായിട്ടും വിശുദ്ധന്മാരായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഈ പാർട്ടി ബോംബ് നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ്. ഈ ആളുകൾ എന്നുള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇവർ ഇപ്പോഴും ഇന്ന് മുഖ്യമന്ത്രി പറയുന്നതിനൊന്നും ഞാനൊരു ഗൗരവം ഒരിക്കലും കൊടുക്കാറില്ല. പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രി പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന പുല്ലിയോട് കൊല്ലപ്പെട്ട ആളുകളുടെ ചരമദിനം പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായിട്ട് ആചരിക്കുന്ന ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോ ഇവിടെ പാനൂരിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഈ പറയുന്ന ചരമവാർഷികം വരുമ്പോ അത് അവിടെയും കൈവേലിക്കല് ഗംഭീരമായിട്ട് ആചരിക്കും. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് CPM പോലൊരു പാർട്ടിയെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം, അതിൽ ഏതെങ്കിലും ഒരു 4-5 പ്രവർത്തകര്, അത് 4-5 10 പ്രവർത്തകർ ചേർന്നിട്ടാണ് ബോംബുണ്ടാക്കിയത്. 10 പേര് ഒന്നിച്ച് ഒരു സ്ഥലത്ത് എത്തുക മാത്രമല്ല, ഏതോ ഒരു പാവത്താൻ ഒരു തൊഴിലാളി നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ വീടിന്റെ ടെറസ് ഈ പറയുന്ന സ്ലാബ് വാർത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പുറത്താണ് ഈ പറയുന്ന ബോംബ് നിർമ്മാണം എന്ന് പറയുന്ന കലാപരിപാടി നടന്നത് രാത്രിയില് ആ സമയത്ത്. അപ്പൊ ഇതൊക്കെ തീർച്ചയായിട്ടും നിശ്ചയങ്ങളുടെ പുറത്ത്, നിർദ്ദേശത്തിന്റെ പുറത്ത് നടക്കുന്ന കാര്യം. അങ്ങനെ അല്ലെങ്കിൽ ഈ പറയുന്ന അതിനുശേഷം നടന്നിട്ടുള്ള അനേക കാര്യമുണ്ട്. ഇതൊന്നും നമ്മൾ ആവർത്തിക്കേണ്ട കാര്യമില്ല. കാരണം പുലർച്ചക്ക് ബോംബ് സ്ഫോടനം ഉണ്ടായിട്ട് ഈ ബോംബ് സ്ഫോടനത്തിന്റെ വാർത്തയല്ല ആദ്യം വരുന്നത്. ആദ്യം വരുന്ന വാർത്ത ഈ പറയുന്ന ബോംബ് സ്ഫോടനത്തിനിടയിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിയിട്ട് അവര് കണ്ണൂർ ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് എത്രയോ കിലോമീറ്റർ അകലെ എന്ന് പറഞ്ഞാൽ 10-70 കിലോമീറ്റർ അകലെയുള്ള കോഴിക്കോട്ടെ വളരെ ഒരു സ്വകാര്യ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അവിടുന്നാണ് ഒരാൾ മരിക്കുന്നത്. മറ്റു പരിക്കേറ്റ പ്രവർത്തകർ പല ആശുപത്രികളിലും പ്രവേശിപ്പിക്കപ്പെട്ടു. എന്നതിന്റെ അർത്ഥം എന്താണ്? ഇതിനെയാണ് ഒരു മോണിറ്ററിംഗ് ഉണ്ട്. ബോംബ് ഉണ്ടാക്കാൻ ആളെ പറഞ്ഞയക്കുക മാത്രമല്ല, അതാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ബോംബ് ഉണ്ടാക്കാൻ ആളെ പറഞ്ഞയച്ച ആളുകൾക്ക് ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ട്, ബോംബ് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തെക്കുറിച്ചും അവർക്കൊരു ധാരണയുണ്ട്, അതിനൊരു കമ്മ്യൂണിക്കേഷൻ സംവിധാനമുണ്ട്. ഇനി ബോംബ് പൊട്ടിത്തെറിച്ച് പ്രവർത്തകന്മാർക്ക് പരിക്ക് പറ്റുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കാനും പരിക്ക് പറ്റിയവരെ കൃത്യമായിട്ട് ഇങ്ങനെ 10-70 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രികൾ, ഒരാശുപത്രി പോയി 2 ആശുപത്രി പോയി അവിടെയൊന്നും രക്ഷയില്ലാതെയാണ് 3ാമത്തെ ആശുപത്രിയിൽ പോയതെന്നാണ് മാധ്യമ വാർത്ത. അപ്പൊ ഇത് തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്താണ്? തന്നിഷ്ടം അനുസരിച്ച് ഒരു ഗ്യാങ് 5-10 പേരുള്ള ചെറുപ്പക്കാരുടെ ഒരു ഗ്യാങ് ഇങ്ങനെ ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ പൊട്ടിത്തെറിച്ചിട്ടാണെങ്കിൽ ഇത്രയും ത്വരിതഗതിയിൽ ഈ പറയുന്ന അതാണ് പിണറായി വിജയൻ പ്രിയപ്പെട്ട പ്രയോഗം ഉണ്ടല്ലോ, രക്ഷാപ്രവർത്തനം നടക്കില്ല. കൃത്യമായിട്ട് രക്ഷാപ്രവർത്തനം നടന്നിട്ടുണ്ട്. ബോംബ് പൊട്ടി ആളുകൾക്ക് പലർക്കും ഗുരുതരമായി പരിക്ക് പറ്റി. 2 ആളുടെ സ്ഥിതി വളരെ അപകടമായിരുന്നു. അവർക്ക് വേണ്ടുന്ന ഒരു രക്ഷാപ്രവർത്തനം അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടായി? അതാണ് നമ്മുടെ യുക്തിയോട് ആലോചിച്ച് നോക്കിയാൽ കാണുക. അതെങ്ങനെ ഉണ്ടായി? ആര് വന്നു? ആര് കൊണ്ടുപോയി ആശുപത്രികളിൽ? അതെങ്ങനെ നമ്മുടെ നാട്ടിൽ പറയാലോ, ചെവി അറിയാതെ ഇത്രയൊക്കെ ശക്തമായ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ പ്രവർത്തിക്കുന്ന ഒരു നാട്ടില്, ഒരു ജില്ലയില്, ഒരു സംസ്ഥാനത്ത് ഈ ആള് മരിക്കുന്നത് വരെ എങ്ങനെയാണ് ഈ ബോംബ് സ്ഫോടനത്തിന്റെ വാർത്ത പുറത്തറിയാതെ പോയത്? ആ ഒരൊറ്റ കാര്യം മതി. ഇതിപ്പോ CPMന്റെ നിർദ്ദേശവും തീരുമാനവും അനുസരിച്ചാണ് ഈ ബോംബ് നിർമ്മാണം നടന്നത്.
പാർട്ടിയുടെ തീരുമാനത്തിന്റെ പുറത്ത്, കാരണം ഒരുപാട് പേര് ഇതാണ് പിണറായി വിജയൻ മലയാള ഭാഷക്ക് മാത്രമല്ല ഈ പറയുന്ന ലോകത്തിലെ രാഷ്ട്രീയ പദാവലികൾക്ക് നൽകിയ മഹത്തായ സംഭാവനയാണ്. മനുഷ്യരെ ഈ ചെടിച്ചട്ടിയും ഈ പറയുന്ന ഹെൽമെറ്റും ഒക്കെ കൊണ്ട് അവരുടെ കൈയും തലയും അടിച്ചു പൊളിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന എസ്കോട്ട് പോകുന്ന സെക്യൂരിറ്റിക്കാർ ഇറങ്ങിയിട്ട് അവരെ അടിച്ചു പദം വരുത്തുന്ന ഏർപ്പാടിന് രക്ഷാപ്രവർത്തനമാണ് എന്ന് പേര് കൊടുത്തൊരു മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം, അപ്പൊ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഈ ജീവൻ രക്ഷാ സാമഗ്രികളുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരുന്നത്. കാരണം മനുഷ്യരുടെ ഇപ്പൊ ചെടിച്ചട്ടി കൊണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റുന്നില്ല വേണ്ടത്ര. അത് ഞാൻ കണ്ണൂരിലൊക്കെ കണ്ടതാണ്. ഈ പറയുന്ന ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ട് ജീവൻ രക്ഷിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ പോലീസുകാരുടെ വലിയ ലാത്തി വടികൾ ഉപയോഗിച്ച് ജീവൻ രക്ഷിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച വസ്തുക്കൾ കണ്ടെത്തുക ചെയ്യുന്നത്, അതിനാണ് ബോംബ് എന്ന് പറയുക. ആ ബോംബ് കൊണ്ട് ജീവൻ വളരെ എളുപ്പത്തിൽ രക്ഷിക്കാൻ പറ്റും എന്നത് തെളിവുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ജീവൻ രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ. പിന്നെ പോലീസ് ചെയ്തിട്ടുള്ള കാര്യമുണ്ട്, ആരെയും കടത്താതിരിക്കുക, വിഷ്വൽസ് ഒരു മീഡിയക്കും കിട്ടാതിരിക്കുക. വിഷ്വൽസ് കിട്ടിയോ നിങ്ങൾക്ക്? ഒരു മാധ്യമത്തിനും ഈ സ്ഫോടനം നടന്ന വീടിന്റെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ? വിദൂര ദൃശ്യങ്ങൾ, ടെലിലെൻസ് മറ്റും ഉപയോഗിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ കോഡൺ ചെയ്തിട്ട് ആണോ ഈ പോലീസുകാർ ഈ കാര്യങ്ങളെ നേരിടേണ്ടത്? ഒരു ക്രിമിനൽ പ്രവർത്തനം നടന്നാല്, ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ക്രിമിനൽ പ്രവർത്തനം നടന്നാല്, അതിന്റെ ഭാഗമായിട്ട് മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന സംഗതികളെയൊക്കെ പകർത്താൻ ഈ പറയുന്ന ഈ പത്രപ്രവർത്തകർക്ക് അനുമതി ലഭിക്കണ്ടേ? അതൊന്നും ഉണ്ടായിട്ടില്ല. അതിന് പകരം എന്താ ചോദിച്ചാൽ അത് ആ സ്ഥലം മുഴുവൻ കോഡൺ ചെയ്തിട്ട് പോലീസുകാർ കാവൽ നിന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തകർ കടത്തിവിട്ടില്ല, ആരെയും കടത്തിവിടുന്നില്ല. എല്ലാം കോഡൺ ചെയ്ത് സമ്പൂർണ്ണ രഹസ്യമായിട്ട് പോലീസുകാർ നൽകുന്ന വിവരങ്ങൾ, ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന സംഭവം നടന്ന ബോംബ് നിർമ്മാണം അതിന്റെ ചിത്രം കിട്ടണ്ടേ? ആരാന്റെ വീട്ടിലാണ്? ഏതോ ഒരു സാധാരണ മനുഷ്യൻ നിർമ്മിച്ചു കൊണ്ടിരുന്ന വീട്ടിന്റെ പുറത്താണ്. ആ വീട് താർന്നിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ബാധ്യത, ലോകത്തെ അറിയിക്കാനുള്ള ബാധ്യത കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കില്ലേ? ചർച്ച ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നം, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എപ്പോഴെങ്കിലും ഇതുപോലൊരു കുറ്റകൃത്യത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായിട്ട് നമുക്ക് ആർക്കെങ്കിലും അറിയാവോ? ഒരു സംഭവം ഉണ്ടായി, ആ സംഭവം ഉണ്ടായ ഒരു തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പാർട്ടി ആവശ്യമായ തീരുമാനം എടുക്കും, അങ്ങനെയെങ്കിലും പറയുന്നതിന് കൃത്യമായിട്ട് അങ്ങ് നിഷേധിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം ക്രൂരമാണതെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ പാനൂരിലെ ഈ പ്രദേശത്തുണ്ടായിട്ടുള്ള ഈ ബോംബ് സ്ഫോടനം, അതിൻ്റെ ഭാഗമായിട്ട് ഒരാൾ മരിച്ചു, 4 ചെറുപ്പക്കാർക്ക് പരിക്ക് പറ്റി. ഈ പാർട്ടിക്ക് വേണ്ടി ഇത്തരം ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളെ കുറിച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പാർട്ടി നേതാവ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇവരൊക്കെ പാർട്ടി വിരുദ്ധന്മാരോ അരാഷ്ട്രീയവാദികളോ ഒക്കെയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, പാർട്ടിക്ക് വേണ്ടി ഇത്തരം ഒരു പ്രവർത്തനം ഏറ്റെടുക്കുന്ന ഈ ചെറുപ്പക്കാരെ ആ നിമിഷത്തിൽ ഇനി ആ സമൂഹത്തിൽ അവരുടെ അവസ്ഥ എന്താണ്? ഈ ഒരു സമൂഹത്തിന് നമ്മുടെ നാട്ടിലെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കള്ളക്കടത്ത്, അതുപോലെ തന്നെ സ്വർണം പൊട്ടിക്കൽ, ഇതുപോലൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന CPM-യുമായി ബന്ധപ്പെട്ടുള്ള ആളുകളില്ലേ, ഇവർക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതുപോലുള്ള സന്നിഗ്ധ ഘട്ടങ്ങളിൽ പാർട്ടി തള്ളി പറയുന്ന ഒരു സമയത്ത് അവരുടെ മുമ്പിൽ മറ്റു മാർഗങ്ങളില്ലാതാവാണ്. അതായത് ഒരു വിഭാഗം ചെറുപ്പക്കാരെ സാമൂഹ്യ വിരുദ്ധരാക്കി തീർക്കുക. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പാർട്ടി നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലൊരു സമീപനം CPM സ്വീകരിക്കുമോ? പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരാണെങ്കിൽ അവരെ ഏത് വിധേനയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളല്ലേ നടക്കുക. TP ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട കുഞ്ഞനന്തനെ കുറിച്ച് CPM സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് CPM-യുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ, ആ നേതാക്കന്മാരെ ഏതറ്റം വരെയും പോയി സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും, എന്നാൽ ഇതുപോലുള്ള തങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചോറ് വാന്തിക്കുക എന്ന് പറയുന്നത് പോലെ ചെയ്യുന്ന പാർട്ടി പ്രവർത്തകന്മാരെ, ആ പാർട്ടി പ്രവർത്തകന്മാരെ നേരിട്ടങ്ങ് കൈയൊഴിയുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പുറത്ത് മാത്രമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ദിനാചരണങ്ങൾ നടത്തും, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി കാശൊക്കെ പിരിച്ചു കൊടുക്കും, ആശുപത്രി കൊണ്ട് ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യും. ഇതൊക്കെ ഒരു ഭാഗത്ത് വളരെ ഗോപ്യമായി ചെയ്യും. എന്നാൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇവർ മോശക്കാരാണ് എന്ന് തള്ളിപ്പറയുക, എന്തൊരു ക്രൂരതയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ പാർട്ടിക്ക് വേണ്ടി വരാൻ പോകുന്ന ഒരു ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ബോംബ് ഒരാവശ്യത്തിന് വേണ്ടി നിർമ്മിക്കുന്നതായിരിക്കുമല്ലോ.
തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഇടയിൽ ഇത്തരം ഒരു ബോംബ് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിന് കുറേ അധികം ലക്ഷ്യങ്ങൾ നമ്മൾ കാണണം. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ ഒരു ബോംബാക്രമണമോ അല്ലെങ്കിൽ ആരെയെങ്കിലുമൊക്കെ വകവരുത്താനോ ഈ റിസൾട്ടിനെ മാറ്റിമറിക്കാനോ അല്ലെങ്കിൽ തങ്ങളുടെ നില അങ്ങേയറ്റം പരുങ്ങലിലാണെന്ന് വരുമ്പോൾ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിക്കൊണ്ടുപോകാനോ ഒക്കെ ബോംബ് കൊണ്ട് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ കേരളത്തിൽ ഇങ്ങനെ കൂട്ടായി ബോംബ് ഉണ്ടാക്കിയിട്ട് ഇത് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കയറ്റി അയക്കുന്നുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു കുടിൽ വ്യവസായം പോലെ എല്ലാ കാലത്തും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിലെ പ്രത്യേകിച്ച് ഈ പറയുന്ന മേഖലകളിൽ ഈ ബോംബ് നിർമ്മാണം എന്ന് പറയുന്ന അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഈ ശ്രീ എമ്മോ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നടത്തിയിട്ടുള്ള ചർച്ചയെ തുടർന്ന് RSS മാർക്സിസ്റ്റ് സംഘർഷങ്ങൾ അവസാനിച്ചിട്ടുണ്ട്, അതിന്റെ ഭാഗമായി അവിടെ സമാധാനമുണ്ട് എന്നൊക്കെ ഒരു ഭാഗത്ത് പറയുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ഇത് ഉണ്ടാവുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലൊക്കെ പിടിച്ചിട്ടുള്ള ബോംബിന്റെ അവസ്ഥ എന്താണ് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. അതിന് മുകളിൽ ഇപ്പോൾ കേസുണ്ടോ? ഒരിക്കൽ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിനിടയിലല്ലേ 51 ബോംബുകൾ ഒന്നിച്ച് ഇതേ പ്രദേശത്ത് പിടികൂടിയത്. 51 ബോംബുകൾ ഒന്നിച്ച് പിടികൂടി. ആ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് വലിയ കേസൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ് പിന്നീട് പോലീസ് റിപ്പോർട്ട് നിങ്ങൾ പരിശോധിച്ചാൽ അതാരാണ് ഉണ്ടാക്കിയെന്ന് പോലീസിന് കണ്ടെത്താൻ പറ്റിയില്ല. അതായത് 2 ദിവസം കഴിഞ്ഞ് വാർത്തയിൽ നിന്ന് ഈ കാര്യങ്ങൾ കൊണ്ട് മാറുമ്പോൾ പോലീസ് ഇതൊക്കെ തേച്ചു മാച്ച് കളയാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. എനിക്ക് CPM നേതൃത്വത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് അങ്ങേയറ്റത്തെ ക്രൂരതയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലോകം ഒരുപാട് ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ വലിയ വികാസം നടത്തിയിട്ടുണ്ട്. അങ്ങനെ വികാസം നടത്തിയ ഏറ്റവും പ്രാകൃതമായ ഈ നാടൻ ബോംബ് നിർമ്മാണം എന്ന് പറയുന്ന അങ്ങേയറ്റം അപകടകരമായ ഒരു പ്രവൃത്തിയിൽ ഈ ചെറുപ്പക്കാരെ നിഷ്കരണം ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി എത്ര പേര് മരിച്ചാലും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ഉണ്ടാക്കുന്ന നാടൻ ബോംബുകൾ എറിഞ്ഞിട്ട് കേരളത്തിൽ എത്ര പേര് മരിച്ചിട്ടുണ്ട്? എന്നാൽ ഈ ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ കേരളത്തിൽ എത്ര പേർ മരിച്ചിട്ടുണ്ട്? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ബോംബ് നിർമ്മാണത്തിനിടയിലാണ് ആളുകൾ കൂടുതൽ മരിക്കുന്നത്. അതായത് ഈ ബോംബ് ഉണ്ടാക്കാൻ അവരെ പറഞ്ഞയച്ചിട്ട് അത് നിർമ്മിക്കുന്നതിനിടയിൽ എന്തെല്ലോ തരത്തിലുള്ള ഒരു ആവേശത്തിൻ്റെയോ മറ്റെന്തൊക്കെയോ താല്പര്യത്തിൻ്റെയോ ഭാഗമായി അവരെ കൊണ്ട് അങ്ങേയറ്റം പാടില്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യിക്കുന്നു. ആ പ്രവൃത്തി ചെയ്യിക്കുന്നതിൻ്റെ ഭാഗമായി പൊട്ടിച്ചെതറി അവർ മരിച്ചു പോകുന്നു. മരിച്ചു പോയാലും പാർട്ടിക്ക് വിശേഷിച്ച് വേറെ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അവർ അടുത്ത പരിപാടികളും അജണ്ടയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് അക്കാദമിക് താല്പര്യത്തിന് കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകങ്ങളെ പറ്റി പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് കുറച്ചു കാലമായിട്ട് കണ്ണൂർ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അത് ഈ ഇടപെട്ട ഒരു RSS അടുത്ത തന്നെ ഒരു ഘട്ടത്തിൽ സജിത്ലാലിന്റെ മരണത്തോടു കൂടി കോൺഗ്രസ് ആ ഒരു രംഗത്ത് നിന്ന് പിൻവാങ്ങി. അതിനുശേഷം വലിയ രീതിയിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് റിട്ടാലിയേഷൻ ഒന്നും കണ്ടിട്ടില്ല സജിത്ലാലിന്റെ മരണത്തിന് ശേഷം. പക്ഷേ RSSഉം അതുപോലെ തന്നെ CPM ആയിരുന്ന സംഘടനകൾ സജീവമായിട്ടുണ്ട്. 1 പകരം 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കൊലപാതകങ്ങൾ. അത് ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു കോംപ്രമൈസ് വന്നു. എല്ലാവരും പറഞ്ഞ ഡോക്ടർ എമ്മിന്റെ ഒരു ഇന്റർവെൻഷൻ കൂടെ. എമ്മിന്റെ ഇന്റർവെൻഷൻ അല്ലാതെ നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ണൂരെ RSSന്റെ നേതൃത്വത്തെ വിളിച്ചു, അവരോട് പറഞ്ഞു ഈ പ്രശ്നം തീർക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് മീഡിയേറ്റർ എന്ന രീതിയിൽ എം രംഗത്ത് വന്നെന്ന് ഞാൻ പറഞ്ഞു. കാരണം കേന്ദ്ര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ടു. അന്ന് ദേശീയ ചാനൽ എന്നെയൊക്കെ പല NDTVയിലും NDTV അല്ല റിപ്പബ്ലിക് ഇങ്ങനെയുള്ള ചാനലിലൊക്കെ ചർച്ചയ്ക്ക് കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകം വന്നിട്ട് കില്ലിംഗ് ഫീൽഡ് ഓഫ് കേരള, സോമാലിയ മോഡി ഉദ്ദേശത്തിലാണ് പറഞ്ഞത്, സോമാലിയ ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അപ്പം സോമാലിയ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഡിസ്കഷൻസ് ഒക്കെ വന്നിരുന്നു. അപ്പം അതിനൊരു ആക്കം വന്ന് ഞാൻ മനസ്സിലാക്കി എന്തിപ്പം ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പേ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകളെ ഞാൻ വിളിച്ച് ഞാൻ കൺഫേം ചെയ്ത സമയത്ത് ആ 2 കൂട്ടം എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ, അത് ഇപ്പോഴത്തെ ഒരു കോൺടാക്ട് ഒരു കൂട്ടരെ നമ്മൾ കാര്യമായിട്ടില്ല, മറ്റേ കൂട്ടത്തിൽ എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ അങ്ങനെ ഒരു സംഘർഷം ഇല്ലാതെ നോക്കാനുള്ള ദൃഢനിശ്ചയത്തിലാണ് ഞങ്ങൾ. അവരും ആ ഒരു കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ഞങ്ങളുമായിട്ടുള്ള സംഘടനത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിൽ കണ്ണൂർ സമാധാനം നിലനിൽക്കുന്ന പ്രത്യാശ തന്നെയാണ് അവർക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഇപ്പോൾ ഇത് സംഭവിച്ചു? അപ്പോൾ ഇലക്ഷൻ അട്ടിമറിക്കലാണ് ഉദ്ദേശമെങ്കിൽ പണ്ടത്തെ കാലമല്ല ഇത്. എല്ലാവരുടെ കയ്യിലും ന്യൂ മീഡിയ. പണ്ടൊക്കെ ഇവർക്കൊക്കെ അറിയാം, നമ്മൾ ഒരു പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവ് കണ്ണൂർ സ്ഥലത്ത് മത്സരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത്, ഈ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഫീൽഡ് വാക്കിന് ഇടയ്ക്ക് കേട്ടതാണ്. രാവിലെ അദ്ദേഹത്തിന്റെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മുന്നണിയായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാം വോട്ട് ചെയ്യിപ്പിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് മുസ്ലിം സ്ത്രീകൾ പൊതുവെ വോട്ട് ചെയ്യാൻ പോവുക. ആ സമയത്ത് ഈ പട്ടിക്ക്, ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ഒന്നല്ല കേട്ടോ, ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി തന്നതാണ്, ഈ പട്ടിക്ക് പിന്നെ മദ്യം കൊടുക്കും, നാടൻ ചാരായം കൊടുക്കും എന്ന് പട്ടികൾ അയച്ചു വിടും. ഈ പട്ടികളെ കണ്ട് മുസ്ലിം സ്ത്രീകൾ വോട്ട് ചെയ്യാൻ പോലെ ഇങ്ങനെയൊക്കെ ജയിച്ച അങ്ങനെ ഒരുപാട് കഥകൾ കണ്ണൂർ കേട്ടിട്ടുണ്ട്. അത് അക്കാലത്തായിരുന്നു. അപ്പം ഇക്കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഇലക്ഷൻ അട്ടിമറിക്കലൊക്കെ കാണുന്ന പക്ഷേ ആ രീതിയിൽ നടക്കുമോ? ഈ സോഷ്യൽ മീഡിയ വളരെ സജീവമാണ്, എല്ലാവരുടെ കയ്യിലും ക്യാമറ ഉണ്ട്. പണ്ടൊക്കെ ഈ ഇലക്ഷൻ അട്ടിമറിയൊക്കെ നടന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്നതിന്റെ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ അങ്ങനെ ആർക്കും ഒരു ന്യൂസ് പുറത്തു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അത്ര എളുപ്പമായിരിക്കില്ല. അപ്പം നേരത്തെ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത വേറൊരു പോയിന്റാണ്, അതായത് ഇപ്പോൾ ഈ കണ്ണൂർ ഈ സമാധാനം വന്നപ്പം തൊഴിൽ രഹിതരായ കുറേ ആളുകളുണ്ട്. അങ്ങനെയുള്ള ചില ആളുകളെ നമ്മൾ അർജുൻ ആയങ്കിമാരൊക്കെ ആയിട്ട് കണ്ടു.
ഈ സ്വർണം പൊട്ടിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു ബന്ധമില്ല, പക്ഷെ അവർ പാർട്ടിയായിട്ട് മുമ്പ് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്, എസ്പെഷ്യലി ആകാശ് തിലങ്കരിയെ പോലുള്ള ആളുകൾ. അപ്പം അവർ ആ ഫീൽഡിലേക്ക് കടന്നു. അതുപോലെ തന്നെ മരം പെയ്യുന്നത് പോലെ ഈ കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിന്നു. പക്ഷേ ഇവർക്ക് അറിയാവുന്നൊരു കുടിൽ വ്യവസായതല്ലേ, വേറെ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്, അല്ല 10ാം ക്ലാസ് കഴിയാതെ നേരെ ഈ പറയുന്ന സോക്കോൾഡ് ഡിഫൻസിന് പോയതായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് വേറെ വഴിയൊന്നുമില്ല. അപ്പം ചിലപ്പോൾ ഇലക്ഷനൊക്കെ അല്ലേ വരുന്നത്. ഈ സത്യനന്ദിക്കാടിൻ്റെ ഒരു സിനിമ ഉണ്ട് ഈ കണ്ണൂർ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ ബോംബ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അപ്പോൾ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. കുഞ്ചാക്കോ ഭവന, സംയുക്ത വർമ്മയൊക്കെ അഭിനയിച്ചത്. അപ്പൊ ആ രീതിയിൽ ഇതൊരു കുടിൽ വ്യവസായമായി ഏറ്റെടുത്തിട്ടുണ്ടോ, എല്ലാവർക്കും സെർവ് ചെയ്യാൻ, അല്ലെങ്കിൽ പുറത്തിടം കൊടുക്കാൻ വേണ്ടിയിട്ട്? അപ്പൊ അങ്ങനെയുള്ള എലിമെന്റ്സ് വളർന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കണ്ണൂരുകാരനാണ് എന്ന കാര്യത്തിൽ വളരെ അഭിമാനിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ അത് നന്നായി പരിചയമുണ്ട് എനിക്ക്. അവിടെയൊക്കെ എന്താണ് ദൈനംദിനം നടക്കുന്നത്. കാരണം വിചിത്രമായ ചില പ്രദേശങ്ങളാണത്. ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ മുൻനിർത്തിയിട്ട് ഒരുതരം അന്ധവിശ്വാസത്തിന്റെയും ഒരുതരം മതാത്മക ബോധത്തിന്റെയും ഘടന ഭേദിക്കപ്പെടാതെ നിലകൊള്ളുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടുത്തെ ചെറുപ്പക്കാരെ കൊണ്ട് മാത്രമേ, ഇപ്പൊ ഞാൻ കണ്ണൂർ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ഈ കണ്ണൂർ നഗരത്തിൽ താമസിക്കുന്ന ഒരാളാണ്. ഈ കണ്ണൂർ നഗരത്തിലൊന്നും നിങ്ങൾക്ക് ബോംബ് നിർമ്മിക്കാൻ ആളെ കിട്ടില്ല. ഇത്തരം ചില പ്രധാനപ്പെട്ട പ്രദേശങ്ങളുണ്ട്. അതിനെയാണ് പൊതുവിൽ പഴയ ഈ ആളുകളൊക്കെ രാഷ്ട്രീയ വിമർശകർ പാർട്ടി ഗ്രാമങ്ങൾ എന്നൊക്കെ വിളിക്കുന്നത്. ഇവിടെ മിക്കവാറും പാർട്ടിയെ സംബന്ധിച്ച് വെളിച്ചം കടക്കാത്ത മേഖലകളായി അവർ മാറ്റി നിർത്തുക മാത്രമല്ല, അങ്ങനെ തന്നെ കാത്തു സൂക്ഷിച്ചു പോരുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഈ പാർട്ടി തിട്ടൂരത്തിനപ്പുറം ഒന്നും നടക്കുകയില്ല എന്ന് പറയുന്ന ഒരു ഭീകരമായൊരു സാഹചര്യമുണ്ട്. ഇത് പുറത്തുനിന്നുള്ള ആളുകൾക്കൊന്നും അറിയാത്തതാണ്. ഒന്നും ചെയ്യാനാവില്ല നിങ്ങൾക്ക്. ഇപ്പൊ ഈ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ ഉണ്ടാവുമല്ലോ, അച്ഛനുണ്ടാകാം, അമ്മയുണ്ടാകാം, കുടുംബക്കാരുണ്ടാകാം. അവരൊരു പ്രതികരണം ഞാൻ ചോദിക്കുന്നു, മാധ്യമങ്ങളോട് ചോദിക്കുന്നു, ഈ പ്രവർത്തനത്തിനെതിരായിട്ട് ഒരു പ്രതികരണം അവരുടെ കയ്യിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമോ? ഇപ്പൊ സിദ്ധാർത്ഥനെ പോലുള്ള ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയതിനെതിരായിട്ട് അവരുടെ കുടുംബങ്ങളും അഭ്യുദയകാംക്ഷികളും മുഴുവൻ പ്രതികരിക്കുന്നുണ്ട്, രൂക്ഷമായി പ്രതികരിക്കുന്നുണ്ട്. ഇങ്ങനെ കൊല്ലപ്പെട്ട ചിതറിപ്പോയ കഷണങ്ങളായിട്ട് ചിതറിപ്പോയ ചെറുപ്പക്കാരൻ പാർട്ടി നിയോഗിച്ചിട്ട് ബോംബ് ഉണ്ടാക്കുമ്പോൾ ചിതറിപ്പോയ ഒരു ചെറുപ്പക്കാരനെ മിണ്ടാൻ പറ്റുമോ? ഈ പണി നടത്തിയതിന്റെ പേരിൽ തന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട് പോയിട്ടുള്ള ഈ വയോധികനായിട്ടുള്ള മനുഷ്യന് മിണ്ടാൻ കഴിയില്ല. അതാണ് പ്രായോഗികമായ അവസ്ഥ. കാരണം ഇത് മിണ്ടുകയില്ല എന്നുള്ളൊരു മുൻകൂർ ഉറപ്പാണ്. അത് അത്തരം ഗ്രാമീണ മേഖലകളുടെ ഘടന അതാണ്. നിങ്ങൾ ഇനി അഥവാ ഞാനോ നിങ്ങളോ ആണ് ഈ പ്രദേശത്ത് താമസിക്കുന്നെങ്കിൽ ഇനി വേണ്ട, സാക്ഷാൽ നമ്മുടെ ഫക്രുദ്ദീൻ അലിയാണ് അവിടെ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാനാവില്ല. കാരണം മിണ്ടുക എന്ന് പറഞ്ഞാൽ അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഉറപ്പുകളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിയും. അത് എങ്ങനെയൊക്കെ വരിക എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. സാമൂഹ്യ ബഹിഷ്കരണങ്ങളായിട്ട്, വീടാക്രമമായിട്ട്, എല്ലാ തരത്തിലുള്ള ഉപരോധമായിട്ട്, ഒരു CPM-ന് ഒരു പാർട്ടി ഒരാളെയോ ഒരു കുടുംബത്തെയൊക്കെ ഉപരോധിക്കുമ്പോൾ ഇപ്പോ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നെങ്കിൽ ഈ ഫക്രുദ്ദീനൊക്കെ പറയുന്ന കെട്ടുകഥകൾക്ക് എന്ത് സ്ഥാനമാണ് മനുഷ്യൻ നൽകേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. നീലേശ്വരം പാലായില് എത്രയോ കാലങ്ങളായിട്ട് പഴയ CPM പ്രവർത്തകരുടെ ഒരു കുടുംബത്തിലെ ഭാര്യയെയും മകളെയും അവരുടെ ഭൂമിയിൽ നിന്ന് ആദായം എടുക്കാതിരിക്കാൻ പാകത്തിൽ ഉപരോധിച്ചു വെച്ചിരിക്കുകയാണ്. 1 കൊല്ലമോ 2 കൊല്ലമോ ആയിട്ടല്ല, കാലങ്ങളായിട്ട്. അവർ പുറത്തുനിന്നൊരു തേങ്ങ പറിക്കുന്ന ഒരു തേങ്ങ വെട്ട് തൊഴിലാളിയെ കൂട്ടി പോയിട്ട് തേങ്ങ പറിക്കാൻ ശ്രമിച്ചപ്പോ വന്ന് തടഞ്ഞ പാർട്ടി നേതാക്കന്മാരും അവർ ആ സ്ത്രീകൾക്കെതിരായിട്ട് ഉപയോഗിച്ച ഭാഷയും നമ്മുടെ ഫക്രുദ്ദീൻ അലിയെ പോലുള്ള മനുഷ്യര് എങ്ങനെയാണ് സ്ഥാനപ്പെടുത്തുക എന്ന് ആലോചിച്ച് നോക്കണം. കണ്ണൂരിലെ വേറെ പണിയൊന്നും ഇല്ലാത്ത ചെറുപ്പക്കാർ ബോംബുണ്ടാക്കിയിട്ട് നാട് മുഴുവൻ വിതരണം ചെയ്യുന്ന ഒരു നാടൊന്നുമല്ല കണ്ണൂരിൽ ബോംബ് ഈ പറയുന്ന CPM പോലെ അല്ലെങ്കിൽ സംഘപരിവാരം പോലെ തനി ഫാസിസ്റ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രയോഗത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും നിൽക്കുകയും ചെയ്യുന്ന പാർട്ടിക്കാർക്ക് മാത്രമേ ആവശ്യമുള്ളൂ. അല്ലാതെ ഒരാവശ്യവും കണ്ണൂർ ജില്ലയിൽ ജീവിക്കുന്ന ഞങ്ങളുടെ അറിവില് നാട്ടുകാർക്കൊന്നും ബോംബിനെ കൊണ്ട് ആവശ്യമില്ല. അത് മാത്രമല്ല, ഇത്രയും മാരകമായ ഈ സ്റ്റീൽ ഡപ്പ്, അതാണ് നേരത്തെ പറഞ്ഞ ഇതിന്റെ അസംസ്കൃത വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അറിയാവുന്ന എനിക്കറിയില്ല, ഈ തലശ്ശേരി മേഖലകളിലൊന്നും ഈ സ്റ്റീൽ പാത്രങ്ങൾ ഇപ്പൊ വിൽക്കാറില്ല വർഷങ്ങളായിട്ട്. എന്തുകൊണ്ടാ ചോദിച്ചാൽ ഈ സ്റ്റീൽ ഡബ്ബകൾ, മൂടിയുള്ള സ്റ്റീൽ ഡബ്ബകൾ വിൽക്കാറില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഈ സ്റ്റീൽ ഡബ്ബകൾ നേരെ ഈ പറയുന്ന ബോംബ് ഉണ്ടാക്കാനാണ് കൊണ്ടുപോകുന്നത്. അപ്പോ മിക്കവാറും കോയമ്പത്തൂരിൽ നിന്ന് മറ്റോ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടായിരിക്കും ഈ സ്റ്റീൽ ഡബ്ബകൾ ഉപയോഗിച്ചിട്ട് ബോംബ് ഉണ്ടാക്കുന്നത്.
ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കിടക്കുന്ന പ്രദേശമാണ്. അപ്പോ ഇതൊക്കെ കൃത്യമായിട്ട് പാർട്ടി തീരുമാനത്തിന്റെ പുറത്ത് നടക്കുന്നതാണ്. ബോംബിനെ കൊണ്ട് ആവശ്യമുണ്ട്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാർലമെന്റ് ഇലക്ഷനെ കുറിച്ച് എല്ലാ പ്രഡിക്ഷൻസും എല്ലാ സർവേകളും മഹാഭൂരിപക്ഷ സ്ഥലങ്ങളിൽ UDF ആണ് ജയിക്കുന്നത്. ഈ ബോംബ് സ്ഫോടനം കൊണ്ട് അതിലൊരു മനുഷ്യൻ മരിച്ചു, പലർക്ക് പരിക്ക് പറ്റി. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മനുഷ്യത്വത്തിന് മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. മരിച്ചവൻ നിരപരാധിയായിരിക്കും, പരിക്കേറ്റവർ നിരപരാധിയായിരിക്കും. അവരുടെ ഒരു പാർട്ടി അന്ധവിശ്വാസത്തിന്റെ ബലിയാടുകളായി തീരുകയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇത്തരം പല പ്രദേശങ്ങളെയും ആളുകളെയും അറിയുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാല് ഈ ബോംബ് സ്ഫോടനം ഉണ്ടായതുകൊണ്ട് ഒരുപക്ഷെ ഈ ആസഫ് അലിയുടെ പാർട്ടിയുടെ എത്രയോ ഓഫീസുകളും അവരുടെ പ്രവർത്തകരുടെ വീടുകളും മിക്കവാറും രക്ഷപ്പെട്ടു പോകാൻ ഇടയുണ്ട്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നടക്കുന്ന ഒരു കലാപരിപാടി UDF ജയിച്ചു കഴിഞ്ഞാല് കഴിഞ്ഞ തവണ വടകരയിൽ RMPക്കാർ മത്സരിച്ചപ്പോഴൊക്കെ നടക്കുന്നത് ഈ പറയുന്ന റിസൾട്ട് വന്നതിന്റെ അടുത്ത നിമിഷം മുതൽ ആരംഭിക്കുന്ന കലാപരിപാടി കോൺഗ്രസിന്റെ ഓഫീസുകൾ ആക്രമിക്കുക, UDFന്റെ ഓഫീസുകൾ ആക്രമിക്കുക, അവരുടെ വീടുകൾ ആക്രമിക്കുക. ഈ ആക്രമിക്കുന്ന പണിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിട്ട് CPMന്റെ കാഡറുകൾ ഉപയോഗിക്കുന്നത് ഈ സ്റ്റീൽ ബോംബുകളാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന സ്ഫോടനം കൊണ്ട് ഒരുപക്ഷെ അടുത്ത ഈ തെരഞ്ഞെടുപ്പിന് ജൂൺ 4 ഫലം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കോൺഗ്രസ്സുകാരുടെ പലരുടെയും വീടുകളും നോക്കി വെച്ചിട്ടുള്ള വീടുകളും ഈ പറയുന്ന സ്ഥാപനങ്ങളും ഒക്കെ രക്ഷപ്പെട്ടേക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് 2024 കേരളത്തിന്റെ ഭാഗമാണല്ലോ കണ്ണൂരിലും പാനൂരിലും കൈവേലിക്കലും നടക്കേണ്ടതെന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയെ അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന 24, 25, 23 ഒക്കെ വയസ്സുള്ള അത്രയായിട്ടുള്ള ഇവർക്കൊക്കെ വയസ്സുള്ളവരെ ചെറുപ്പക്കാരെ മുഴുവൻ പ്രചോദിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിലനിൽക്കാനുള്ള അർഹത ഉണ്ടാവുക? ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഭവം TP ചന്ദ്രശേഖരനും KT ജയകൃഷ്ണൻ മാഷും ഒരു ഫെരിഫറലായ ഇൻവെസ്റ്റിഗേഷനെ നടത്തിയിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഡ്യൂറിംഗ് മൈ പീരീഡ് എസ് DGP ഈ 2 കേസും CBI അന്വേഷിക്കാൻ വേണ്ടി സെക്ഷൻ 6 നോട്ടിഫിക്കേഷൻ ഇറക്കി കേന്ദ്ര ഗവൺമെന്റിന് അയച്ചു. ഇന്നും CBI കേസ് അന്വേഷിച്ചിട്ടില്ല. എടച്ചേരി ക്രൈം 86 എന്ന് പറയുന്ന ഒരു ക്രൈം ഉണ്ടായിരുന്നു. അതിന്റെ ലാർജർ കോൺസ്പിറസി TP ചന്ദ്രശേഖരന്റെ കേന്ദ്ര ഗവൺമെന്റ് അത് ഇന്നും അന്വേഷിച്ചില്ല. ജയകൃഷ്ണൻ മാഷ കേസ് CBI അന്വേഷിക്കണമെന്നതിന്റെ കാരണം ഈ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതി TK രജീഷിന്റെ ഒരു മൊഴിയുണ്ട്. ജയകൃഷ്ണൻ മാഷ കേസ് ഓപ്പറേറ്റ് ചെയ്ത് ഞങ്ങളാണ്, ആ പ്രതികൾ പലരും അതിലുണ്ടായിട്ടില്ല എന്ന്. അപ്പൊ UDF ഭരണകാലത്താണ് ഈ 2 കേസും CBI അന്വേഷിക്കാൻ വേണ്ടി കേരള ഗവൺമെന്റിന് കൺസെന്റ് കൊടുക്കാനേ പറ്റുള്ളൂ.